ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഇന്ന് വൈകിട്ട് തൊട്ട് തുടങ്ങിയതാ. കിട്ടിയ ബുക്കും പുസ്തകമൊക്കെ എടുത്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടത്താം. ഇത് സ്കൂൾ തുറക്കുന്നതിന് മുമ്പിട്ടുള്ള വീഡിയോ ആണ്. ഇത് കവർ ചെയ്തിരുന്നില്ലയോ, ഇത് കവർ ചെയ്തിരുന്നത്. സാധാരണ നമ്മളാണ് പറയാറുള്ളത്, ഈ പ്രാവശ്യം ഇങ്ങോട്ട് പറഞ്ഞാൽ എന്നാൽ കവർ ചെയ്തേക്കാന്ന് വിചാരിച്ചു. ഇത് സ്കൂളിൽ നിന്ന് കിട്ടിയ പേപ്പർ, ഇത് നമ്മുടെ കയ്യിലിരുന്ന പേപ്പർ, ഇതൊരു ടൈപ്പിലെ സ്റ്റിക്കർ പേപ്പർ ആയിരുന്നു. അങ്ങനെ ഇത്രയും ബുക്കും പുസ്തകമൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് വൈകിട്ടാണ് നമ്മൾ ഇരുന്നത്, എന്നാലും പുതിയാന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവിടെ ഇരുന്നു. നമ്മുടെ കയ്യിലിരുന്ന സ്റ്റിക്കർ പേപ്പർ ആകുമ്പോൾ ഈസി ആവുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആ സ്റ്റിക്കർ പേപ്പർ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു. അത് നമുക്ക് തന്നെ പാരയായി. കാരണം ആ സ്റ്റിക്കർ പേപ്പർ വല്ലാത്ത ഒരു പേപ്പറായിരുന്നു. അങ്ങോട്ടും ഒട്ടുന്നു ഇങ്ങോട്ടും ഒട്ടുന്നു, ടെസ്റ്റിൽ മാത്രം ഒട്ടുന്നില്ല. എനിക്ക് അപ്പോൾ ഓർമ്മ വന്നതെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ ഇലയെ പിടിക്കാനുള്ള സ്റ്റിക്കർ ബോർഡ് പേപ്പർ ഉണ്ടല്ലോ, ആ ടൈപ്പിൽ ഒരു പേപ്പറായിരുന്നു. മാറ്റിൽ ഒട്ടുന്നുണ്ട്, കയ്യിൽ ഒട്ടുന്നുണ്ട്, എല്ലായിടും ഒട്ടുന്നുണ്ട്. നമ്മുടെ ടെസ്റ്റിൽ മാത്രം ഒട്ടുന്നില്ല. അവസാനം ഈ ചായനാണെങ്കിൽ സ്കെയിൽ എടുക്കുന്നു, പെൻസിൽ എടുക്കുന്നു, സിസർ എടുക്കുന്നു. ഈ കാർപ്പൻ്റർമാരെ പോലെ അളന്നൊക്കെയാണ് അത് ചെയ്തുകൊണ്ടിരുന്നത്. എങ്ങനെയൊക്കെയോ അതിങ്ങനെ ഒട്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ അത്രയും നല്ല പോലെ ആവുന്നില്ല. ആ ടൈമിലാണ് എനിക്ക് നമ്മുടെ ഈ പണ്ടത്തെ പേപ്പർ ഓർമ്മ വരുന്നത്. ഇതിൻ്റെ ഒരു യെല്ലോയും ഉണ്ടായിരുന്നു. ഇതൊക്കെ ആയിരുന്നെങ്കിൽ എത്ര ഈസി ആയിരുന്നു. ഇപ്പോഴല്ലേ ഈ ടൈപ്പിലെ പേപ്പർ. അങ്ങനെ 4-5 ബുക്കും പൊതിഞ്ഞിട്ട് എല്ലാവരെയും പാട്ടിനിറങ്ങി പോവുകയും ചെയ്തു. പിറ്റേ ദിവസം നമ്മുടെ തന്നെ പണി. അതാ പറഞ്ഞത്, അവനവൻ ചെയ്യേണ്ട പണി അവനവൻ തന്നെ ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് തന്നെയാണ് പണി. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്കൂൾ തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് കവർ ചെയ്തില്ലേ, ഇത് കവർ ചെയ്തില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ പുറകിൽ തന്നെ നടക്കും. അപ്പം നമുക്ക് തന്നെ തലവേദന. അത് കാരണം ഞാൻ ഇതിൻ്റെ മൊത്തം കവർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കവർ ചെയ്യാനിരുന്നത്. അങ്ങനെ പേരൊക്കെ എഴുതാനുള്ള ഇതൊക്കെ ഒട്ടിച്ചു. ഇത് കണ്ടപ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത്, ഇതെന്തായിരുന്നു നിങ്ങൾ പണ്ട് പറയുന്ന കമൻ്റ് ചെയ്യണേ, നെയ് സ്ലിപ്പ് എന്നായിരുന്നു ഞാൻ പറയുന്നത്. അങ്ങനെ ഇത്രയും ബുക്ക് കവർ ചെയ്തു. അപ്പം അത്രയേ ഉള്ളൂ. പോയേച്ച് വരാമേ.